ായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂട്ടുകാരനെ, അതായത് നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. പ്രധാനമായിട്ടും നമുക്ക് അതിന് സഹായം നൽകിയത് ജീനലായിരുന്നു. ജീനലിന് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ഇങ്ങനെ എപ്പോഴും കൈയടിക്കുമ്പോൾ കുറെ സമയം പോകും. അതുകൊണ്ട് അവര് ആരും അങ്ങനെ ഒരു കൈയടി പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നവരല്ല. നമുക്ക് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം, സമയം പോകണ്ട എന്നോർത്ത് പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ഈ നിർമ്മാണത്തിന് ജീനൽ സഹായിച്ചു. നമ്മുടെ ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഐഡിയകളായാലും ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളായാലും എൻ്റെ ഒപ്പം എല്ലാവരുടെ ഒപ്പം നിന്നിട്ട് മനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, ജസ്റ്റിൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു തന്നെ പറയണം, കാരണം നമ്മുടെ ഈ പ്രദക്ഷിണത്തിന്റെ ഉടനീളം അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ജനറേറ്ററിന്റെ ഒരു സഹായം, വലിയ ജനറേറ്റർ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു, പക്ഷെ ആ ജനറേറ്റർ നമ്മുടെ വാഹനത്തിൽ വെക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം ജനറേറ്ററാണ് മനിൽ നമുക്ക് തന്നിരുന്നത്. അതും നമുക്കൊരു സഹായം നൽകിയിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ സ്തോത്രഗീതം. അച്ഛൻ അത് മനോഹരമായിട്ട് ഷർദി സാറിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ കേസ് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള തിരക്കുകൾ ആൾക്കുണ്ടായിരുന്നു. ആള് പുറത്ത് ഗൾഫ് ഷോകളും മറ്റുള്ള ഷോകളും എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു വലിയൊരു സാന്നിധ്യമാണ്. ആ തിരക്കുകൾ അച്ഛനോടുള്ള ഒരു പ്രത്യേക ബന്ധത്തിന്റെ പുറത്ത് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പാട്ട് ഇത്ര നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി അവതരിപ്പിക്കാവുന്ന തരത്തിലാക്കി എടുക്കണമെങ്കിൽ ആരും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധ്യതയില്ല. പക്ഷെ അച്ഛൻ്റെ ആ ഒരു പിടിപാടും അതും കൊണ്ട് മാത്രമാണ് അദ്ദേഹം നമുക്ക് ഇതിനോട് കോപ്പറേറ്റ് ചെയ്തതും അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്ക് മാറ്റിവെച്ചതും. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ ഒരുങ്ങി വെറുതെ കയറി നിന്ന് പാടുന്നതല്ല, ഒരുങ്ങി 3-4 തവണ റിഹേഴ്സൽ പള്ളിയിൽ ചെയ്ത് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി റിഹേഴ്സൽ ചെയ്ത് അതിനുവേണ്ടി ഡ്രസ് കോഡ് ധരിച്ച് അതിനെല്ലാ തരത്തിലുള്ള ത്യാഗങ്ങളും സഹിച്ച് നമ്മുടെ ഇടവകയിൽ 50ഓളം ആളുകളും അതിൽ പങ്കെടുത്തു. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മളിന്നിപ്പോൾ കയറി വന്നപ്പോൾ നിങ്ങൾ ഈ സെൻട്രൽ പോർഷനിൽ കണ്ടിട്ടുണ്ടാവും മനോഹരമായൊരു കേക്ക്. നമ്മൾ ആദ്യം ഇത്രയ്ക്കും മനോഹരമായൊരു കേക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മളത് പിൻവലിഞ്ഞ് നിന്നപ്പോഴും നമ്മുടെ ഇടവകയിൽ തന്നെ ബേക്ക് ഹട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന അമൃതയാണ് നമുക്കത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമൃതയുടെ ഒപ്പം അതിന് സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ്. അത് സാധാരണ നമ്മുടെ ഇടവകയിലായാലും എവിടെയെങ്കിലും മത്സര ഇനങ്ങൾക്കാണ് നമ്മൾ ഇത്ര അധികം ഞാനൊക്കെ ഒരുങ്ങി കണ്ടിട്ടുള്ളത്, അതൊരു വീറും വാശിയോട് കൂടിയിട്ട്. പക്ഷെ മാതാവിനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് അവർ ഇത്ര അധികം ഒരുങ്ങി. 2 മാസക്കാലം ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നവരെല്ലാവരും, അതായത് ഈ ഡാൻസ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാവരും വീട്ടമ്മകളാണ്, അതുപോലെ ഒരുപാട് ജോലി തിരക്കുകളുള്ളവരാണ്. എന്നാൽ അതിലേറെ ഇതിനോടൊരു താല്പര്യം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു സമർപ്പണ മനോഭാവമാണ് നമ്മൾക്ക് ഇനി കാണാനുള്ളതാണ്. എങ്കിലും അവർക്ക് മുൻകൂറായിട്ട് ഞാനൊരു നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും കൈക്കാരന്മാര് ഫുൾ സപ്പോർട്ടായിരുന്നു. ഏത് ആവശ്യങ്ങൾ പറഞ്ഞാലും അവര് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവോ ഒരു തരത്തിലുള്ള തടസ്സമോ ആരും പറഞ്ഞിരുന്നില്ല. ബിജേട്ടനായാലും ബൈജേട്ടനായാലും അനബിജേട്ടനായാലും ഷാൻ ചേട്ടനായാലും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഇടവകയുടെ ഭാഗത്തുനിന്ന്. അവർക്കും നന്ദി പറയുന്നു. നമുക്ക് ഈ ഇന്നത്തെ പരിപാടികളുടെ കോർഡിനേഷനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് കേന്ദ്ര സമിതി, മാതൃവേദി എന്നീ സംഘടനകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ മാതാവിന്റെ കൊന്ത നമുക്ക് അവിടെ ക്രമീകരിക്കുന്നതിനായിട്ട് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് കാറ്റിസം അധ്യാപകർ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൊന്തയ്ക്ക് വേണ്ടിയിട്ടും മാതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അവർ വിനിയോഗിച്ചത്. ഇന്നത്തെ വൈകുന്നേരത്തെ കാറ്റിസം ആക്കി. അതുപോലെ അതിനുള്ള കാറ്റിസം അധ്യാപകർ ഒരുപാട് ആൾക്കാർ കുറെ നാളത്തെ പരിശ്രമമാണ് നമ്മളത് കണ്ടത്. അവർക്കും ഞാൻ എൻ്റെ ചെറിയ ഭാഷയിൽ നന്ദി പറയുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷെ ആദ്യം പറഞ്ഞതിന്റെ പ്രാധാന്യം കളയേണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ ഒരു പരിപാടി നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മുടെ കാലാവസ്ഥയായിരുന്നു മുഖ്യമായിട്ട് നമുക്കൊരു വില്ലന്റെ സ്ഥാനത്ത് നിന്നിരുന്നത്. പക്ഷെ അച്ഛനെ എപ്പോഴെപ്പോഴും ഞാൻ പുകഴ്ത്തി പറയില്ല. അച്ഛൻ പറഞ്ഞു, താൻ പൊക്കോടോ, അതൊന്നും ഒരു കുഴപ്പമില്ല, മാതാവ് നമ്മളെ കാക്കുന്നു. ആ വാക്ക് അന്വർത്ഥമായി. സെപ്റ്റംബർ 1 തൊട്ട് ഞാനടക്കം ഇവിടെയുള്ള എല്ലാവരും അടക്കം മഴ കാരണം ഈ പരിപാടി കൊളാവും എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മഴേനെ പേടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഹോളിൽ പറയുകയും ചെയ്തത്. ചെറിയൊരു അസൗകര്യം എല്ലാവർക്കും ഉണ്ട്, ക്ഷമിക്കണം. ആ ഒരു പരിപാടി നമ്മൾ സെപ്റ്റംബർ 1 തൊട്ട് തേരിറങ്ങി. 2-ാം തീയതി നമുക്ക് പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മഴ കിട്ടിയിട്ടുള്ളത്. ആ പരിപാടിക്ക് ഒരു തടസ്സം മഴ എടുത്തിട്ടില്ല. ഇന്നേ വരെ മാതാവിന്റെ കൈകളിൽ പിടിച്ച് തന്നെയാണ് നമ്മളെ കൊണ്ട് നടത്തിയത്. അതുപോലെ തന്നെ മാതാവിന്റെ അനുഗ്രഹം അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാതാവിന്റെ ഈ തേരും കൊണ്ട്, രൂപവും കൊണ്ട്, കിരീടവും കൊണ്ട് ഞാൻ ഒരുവിധം യൂണിറ്റുകളിലൊക്കെ ഞാൻ വന്നു. ആളുകൾ അതിനോട് കാണിക്കുന്ന ഒരു സ്നേഹം, ആദരവ്, അത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി വിജയിച്ചു എന്നുണ്ടെങ്കിൽ അത് മാത്രമാണ്. അല്ലാതെ ഈ പരിപാടി കണ്ടക്ട് ചെയ്ത ആളുകളുടെ കഴിവോ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ കഴിവോ ഒന്നുമല്ല. നമ്മളെല്ലാവരോടും മാതാവിനോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണിത്.
ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വിജയത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഈ എളിയവൻ്റെ ചെറിയ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇവിടെ പേര് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ ആ ഒരു പേര് ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പേര് പറയണമെന്നോ ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത്. അവർക്ക് പേര് പറയാതെ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനായിട്ട് തീർത്തും കഴിവ് കെട്ട എന്നെ ഈ ഒരു തരത്തിലേക്ക് എത്തിച്ച നിങ്ങൾക്കെല്ലാവർക്കും, ഇതിൻ്റെ കൺവീനറായി തിരഞ്ഞെടുത്ത ഈ ഇടവകയിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തീർത്തിട്ടെ.